നമുക്ക് ജസ്റ്റ് ഒരു 180-100 മുതൽ മുകളിലേക്ക് തൈകൾ അവൈലബിൾ ആണ്. പിന്നെ ഡ്രമ്മിൽ കായ്ച്ചതും വലിയ തൈകളായിട്ടുള്ള 10-15 വരെ വരുന്ന തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ മാവിൽ തന്നെ ഒരു ഐറ്റമാണ് മൾട്ടി മാവുകൾ. അതായത് ഒരു മാവിൽ തന്നെ പല വെറൈറ്റീസ് ഉള്ളൊരു ഐറ്റമാണ് ഈ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ തന്നെ പലതിനും ഇത് ഓരോ എണ്ണത്തിനും ഒരുപോലെ ആയിരിക്കും. ഇത് തന്നെ അല്ലേ 1, 2, 3, 4, 5 ഐറ്റം മാവ് ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രസീലിയൻ ജാക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇനാണ്. ഞങ്ങളുടെ ടാഗുള്ള, ഞങ്ങളെ ബില്ലുള്ള, ഞങ്ങളെ ഉൽപ്പന്നം ഒരാൾ കൊണ്ടുപോയി വെച്ചാൽ അതാ നിശ്ചയ പീരീഡിനകം കായ്ച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് നഷ്ടം കൊടുക്കും, നഷ്ടപരിഹാരം കൊടുക്കും. ഇത് നമ്മുടെ മാവിന്റെ മറ്റൊരു ഏരിയയാണ് മാവ് വെച്ചിട്ടുള്ള. ഇനി അതിനുള്ളിൽ ഒരു ചെറിയൊരു മുകളുണ്ട്. മുകളുണ്ടോ എന്ന് നോക്കണം. അതിനുള്ളിൽ മുകളുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അബ്ദുൽ ലാത്തിഫ് എന്നാണ്. ഞാനിവിടെ ചിറയിൽ അഗ്രോ ഗാർഡൻസ് എന്ന സ്ഥാപനത്തിലെ ഫാം മാനേജറാണ്. അപ്പോൾ നമ്മുടെ നഴ്സറി ചിറയിൽ അഗ്രോ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ചിറയിൽ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചിറയിൽ ചുങ്കത്തു നിന്നും ചെറിയക്കാടിലേക്ക് പോകുന്ന വഴി ചിറയിൽ ചുങ്കം ഒരു അമരച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കേരളത്തിലെ ഏകദേശം ഈ ഒരു കേരളയിൽ മലബാർ ഏരിയയിലുള്ളൊരു തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ കൂടെയാണ് നമ്മുടെ നഴ്സറി വരുന്നത്. അപ്പോൾ നമ്മളൊരു ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒരുപാട് നഴ്സറികൾക്ക് 300-ലധികം നഴ്സറിയിലേക്ക് ഇപ്പോൾ നിലവിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സറിയാണ്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് വർക്ക് ചെയ്യുന്ന ലൈസൻസുള്ള നഴ്സറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫിനാൻഷ്യൽ എയ്ഡ് കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ NHBയിലേക്കുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുത്ത് അതിലേക്കും നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നഴ്സറി ഏകദേശം ഒരു 35-36 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ നമ്മൾ ഏകദേശം മാവ്, പ്ലാവ് പോലുള്ള തൈകൾ, മാവ്, പ്ലാവ്, റംബുട്ടാൻ, കുരുമുളക്, ചിക്കു, ബട്ടർ, തെങ്ങ്, കവുങ്ങ് പോലെയുള്ള ഏകദേശം നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയിൽ സുപരിചിതമായിട്ടുള്ള എല്ലാ തൈകളും നമ്മളിവിടെ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നും വിത്തും കാര്യങ്ങളും കൊണ്ടുവന്ന് ഇവിടെ തന്നെ മുളപ്പിച്ച് അതുപോലെ തന്നെ സയണും കാര്യങ്ങളും നമുക്കുള്ള മാത്രം മരങ്ങൾ ഉപയോഗിക്കും. എക്സ്ട്രാ ഉള്ളത് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ കായ്ച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ള മരങ്ങൾ നല്ല വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്ത് തിരഞ്ഞെടുത്ത് അങ്ങനത്തെ മരങ്ങളിൽ നിന്നും സയൺ എടുത്തിട്ട് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാണ് നമ്മുടെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? അത് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു കാസർഗോഡ് മുതൽ ഏകദേശം തൃശ്ശൂർ വരെ, ബാക്കി അതിനിടയിലുള്ള പാലക്കാട്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ പോലുള്ള എല്ലാ ജില്ലകളിലേക്കും നമ്മൾ ഇവിടുന്ന് തൈകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ അതിന് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ പാർസൽ സർവീസ് ആയിട്ട് അത് ഓൺലൈൻ ഇതുപോലെ നമ്മൾ മൊത്തമായിട്ട് ചെയ്യുന്നുണ്ട്. കൊറിയർ മുഖേന തന്നെയാണ് കൂടുതൽ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓൾ കേരള നമ്മൾ ചെയ്യും. ഇനി വലിയ ഓർഡറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറുതൈകളാണെങ്കിൽ നമ്മൾ കൊറിയർ മുഖേന നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ഏകദേശം എല്ലാം ഓൺ പ്രൊഡക്ഷൻ തന്നെയാണല്ലേ? അത് നമ്മൾ ഏകദേശം എല്ലാം ഓൺ പ്രൊഡക്ഷനാണ്. ഈ 36 ഏക്കറിൽ വരുന്ന നഴ്സറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ പ്രൈസ് അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയല്ലേ? അതെ, നമ്മൾ അത് ഓർഡറിനനുസരിച്ചാണ് വരുന്നത്. നമുക്ക് ഓരോ ഓർഡറിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് എത്ര ഓർഡർ വാല്യൂയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മളനുസരിച്ചുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അധികം കൊടുക്കുന്നത്. ഈ ഹോൾസെയിൽ മാത്രമാണോ നമുക്ക് ഇതുള്ളത്, ഡെലിവറി ഉള്ളത്, അല്ലെ റീറ്റെയിൽ ഡെലിവറി? ഇല്ല, 2 ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജും കാര്യങ്ങളും വരും. ഇല്ലാണ്ടെങ്കിൽ അടുത്തുള്ളത് അവരുടെ ഓർഡറിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ പ്ലാന്റേഷൻ, നമ്മൾ അതിന് വേണ്ടി തോട്ടം വെച്ച് കൊടുക്കുന്ന പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സെറ്റിംഗ് കാര്യങ്ങൾ, വർക്ക്, ഡ്രം കാര്യങ്ങളൊക്കെ നമ്മൾ ടെറസ് ഫാമിംഗ് പോലുള്ള സിസ്റ്റത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തോട്ടമായിട്ട് വെച്ച് കൊടുക്കാൻ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയൊരു തൈകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. നമ്മൾ കാണിച്ചു തരാം അവിടെ വാങ്ങൽ. അതെ, നമ്മൾ വന്നപ്പോൾ കണ്ടു ഇത്രയും നമ്മൾ ഒരു വീഡിയോയിൽ എന്തായാലും എടുക്കുന്നെങ്കിൽ ഒരു ദിവസം ഫുള്ള് നിന്ന് കഴിഞ്ഞാൽ പോലും തീരാത്ത അത്രയും കളക്ഷൻ. കുറേ ഏരിയ കുറേ ഉണ്ട് വരുന്നത്. പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പണ്ട് ഇതൊരു കോറിയേരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തൂർത്ത് മുന്നിട്ട് നിരത്തി റെഡിയാക്കി ഫുള്ള് തൈകളിലേക്ക് ഇങ്ങോട്ട് മാറ്റി വരികയാണ്. ശേഷം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് 5 വർഷം ആവുന്നേ ഉള്ളൂ. 21-22 കാലഘട്ടങ്ങളിലാണ് തുടങ്ങുന്നത്. ഇപ്പം തുടക്ക നഴ്സറിയാണ്. ഏകദേശം 4-5 വർഷം ആയിട്ടുള്ളൂ. ഇനിയും നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മളിപ്പോൾ പോയി പുതിയൊരു ഈ അടുത്ത നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വന്നത്. അപ്പോൾ ഒരു അറേഞ്ച്മെന്റ് കാര്യങ്ങളും അതിൻ്റെ ഒരു വർക്കൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയി വന്നേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോഴും അതിൻ്റെ ഒരു ഫുൾ സെറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, നടക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഈ വർഷം ഏകദേശം ഈ ഒരു മാസത്തോളം കഴിഞ്ഞ ഈ ഒരു മാസത്തിലായിട്ടാണ് നമ്മൾ റീറ്റെയിലേക്കുള്ളൊരു ഔട്ട്ലെറ്റ് മാത്രമായിട്ട് മാറ്റി നിർത്തിയത്. ആദ്യമായിട്ട് കൂടുതലായിട്ടും ഹോൾസെയിൽ റേറ്റിനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ പ്ലാൻസിന്റെ കുറച്ച് ഡീറ്റെയിലും അതിന്റെ വിലകളും ഒന്ന് പറഞ്ഞു തരാമല്ലോ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം ഇവിടെ വരുന്നത് 4 എൻട്രൻസുകളുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാര്യമായിട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നത്. ജസ്റ്റ് നമ്മുടെ ഇതിൽ ഒരു ബോർഡറിംഗ് പോലെ പ്ലാന്റ്സും കാരണം ഡ്രംസുമാണ് കൂടുതൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു എൻട്രൻസ് പോലെ ആയിരുന്നു. അതുപോലെ തൈകളുടെ ഒരു ഡീറ്റെയിൽസ് ലഭിക്കുന്ന ഒരു ബോർഡ്സും കാര്യങ്ങളും നമ്മൾ ഈ പോകുന്ന വഴികളിൽ മൊത്തം 2 സൈഡിൽ നമുക്ക് അവൈലബിൾ വെച്ചിട്ടുണ്ട്.
അതാകുമ്പോഴത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ആ ചെടിയെ കുറിച്ചുള്ള ചെടിയെക്കുറിച്ച് ഡീറ്റെയിൽ കിട്ടുമല്ലേ? വിവരങ്ങളൊക്കെ ലഭിക്കും. നമ്മൾ ഈ ഡ്രമ്മിൽ വെച്ചേക്കുന്നതെല്ലാം സെയിലിനുള്ളതാണോ? ഡ്രമ്മിൽ ആ വെച്ച് ഡ്രമ്മിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. സെയിൽ ചെയ്യാറുണ്ട്. അതെ, നമ്മൾ ഈ ടെറസ് പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. വീടിന് സ്ഥലമില്ലാത്ത ആളുകൾ, കുറച്ച് സ്ഥലത്ത് ഇന്റർലോക്ക് പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മരം നടാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഹൗസ് വാമിംഗ് സെക്ഷനിലേക്ക്, അങ്ങനെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഡ്രമ്മുകളുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലേ. ഇതിപ്പോൾ ചെറിയ കവറുകളിൽ തന്നെ കാഴ്ചയ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവുകളാണ് അല്ലേ ഇത്? അതെ, വിയറ്റ്നാം ഏർലിൻ്റെ കുറേ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ മാവുകളായാലും ഏർലി വെറൈറ്റീസ് കുറേ നമുക്ക് കായ്ക്കുന്നുണ്ട്. വിയറ്റ്നാം ഏർലിന് സ്വാഭാവികമായിട്ട് 1.5 വർഷം കൊണ്ട് നേരത്തെ കാഴ്ച തുടങ്ങുന്ന തൈകളാണ്. കാഴ്ച തുടങ്ങുന്നതാണ്. നമുക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലി റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ എങ്ങനെ വരുന്നുണ്ട്? നമുക്ക് ജസ്റ്റ് ഒരു 180-100 മുതൽ മുകളിലേക്ക് തൈകൾ അവൈലബിൾ ആണ്. പിന്നെ ഡ്രമ്മിൽ കായ്ച്ചതും വലിയ തൈകളായിട്ടുള്ള 10-15,000 വരെ വരുന്ന തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കാഴ്ച തൈകൾ ഒരുവിധം ആവറേജ് നമുക്ക് കാഴ്ച തൈകൾ എത്ര രൂപയോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? കാഴ്ച എല്ലാ റേഞ്ചും കാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ 100 മുതൽ 150 കാഴ്ചകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഹോൾസെയിൽ വരുമ്പോൾ നമ്മളിപ്പോൾ റീറ്റെയിൽ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ വരുമ്പോൾ ഇതിൽ നല്ല അതെ, നമ്മുടെ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ഔട്ട്ലെറ്റ് പോലെ ഇവിടെ അടുത്ത ആളുകൾ വരുന്നതുകൊണ്ട് സെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ട് സെയിൽ ചെയ്യുന്നത് നഴ്സറികൾ ത്രൂ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ദൂരത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവിടെ അടുത്തുള്ള നഴ്സറികളിൽ ബന്ധപ്പെട്ടാൽ മതി, നമ്മുടെ തൈകൾ കിട്ടും. നമുക്ക് പറഞ്ഞില്ല, ഏകദേശം മലബാർ ഏരിയയിൽ മാത്രമായിട്ട് നമ്മൾ 200-300 നഴ്സറികളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 ആളുകൾക്ക് അവർ എൻക്വയറി കാര്യം നമ്മുടെ നമ്പർ ഉണ്ടാവും, 85, 89, 30, 15, അല്ലെങ്കിൽ 95, 89, 30, 18 നമ്പറുകളുണ്ട്. അതിൽ 15 നമ്പറിലേക്ക് വിളിച്ചാൽ അവർ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഏകദേശം അടുത്തുള്ള ആളാണെങ്കിൽ, ഒരാളിപ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് വിളിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അടുത്ത് സെയിൽ നഴ്സറി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. അവർക്ക് അവിടെ നിന്ന് നമ്മുടെ ഉൽപ്പന്നം തന്നെ കിട്ടും. നമ്മളവിടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതാണ്. ഈ കാസർഗോഡ് നിന്ന് ഒരാൾ വിളിക്കുകയാണെങ്കിലും അവർക്ക് നമുക്ക് നമ്മൾ അവിടെ സപ്ലൈ ചെയ്യുന്ന നഴ്സറി ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. റീറ്റെയിൽ സെയിൽ വരുന്നത് നഴ്സറി ത്രൂ ആണ് വരുന്നത്. നമ്മൾ കാര്യം നഴ്സറികൾക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തൈകൾ അവിടെ അവൈലബിൾ ആവും. നമുക്ക് കൊല്ലം വരെ നമ്മുടെ തൈകൾ പോയിട്ടുണ്ട്. നമുക്ക് കൊല്ലത്തെ നഴ്സറികൾ നമ്മുടെ തൈകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ഒരു റീറ്റെയിലിൻ്റെ ചെറിയ ഔട്ട്ലെറ്റ് ആണ്. നമ്മുടെ ഒരു ഡെമോ പ്ലോട്ട് പോലെ നമ്മുടെ എല്ലാ തൈകളിലും കുറച്ച് വെറൈറ്റീസ് വെച്ചിട്ടുള്ള ചെറിയ ഡെമോ ഔട്ട്ലെറ്റ് ആണ്. നമ്മൾ കാര്യമായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന തൈകളുടെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചെറുത് മുതൽ വലുതിൽ വരെയുള്ള എല്ലാ തൈകളും നമ്മുടെ കയ്യിൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡിസ്പ്ലേ പോലെ ബോർഡും കാര്യങ്ങളും വെച്ച് എല്ലാ തൈകളും വെച്ചിട്ടുണ്ട്. ശേഷം മാവത്തിന് നമുക്ക് 50-ലേറെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്ലാവിലായാലും നമ്മുടെ ഒരു 10ഓളം വെറൈറ്റീസ് പ്ലാവ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 10 കൂടുതലുണ്ട്, 10-12 വരുന്നുണ്ട്. റംബൂട്ടാനും ഒരു 6 വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതേപോലെ ചിക്കു നമ്മുടെ 4-5 വെറൈറ്റീസ് ചിക്കു, 5 കൂടുതൽ 6-7 വെറൈറ്റീസ് ചിക്കൂസും അവൈലബിൾ ആണ്. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പിന്നെ ബട്ടർ, നമ്മൾ ട്രോപ്പിക്കൽ ബട്ടറാണ് നമ്മളിവിടെ ചെയ്യുന്നിട്ടുള്ളത്. അവക്കാഡോ, അതായത് നമ്മുടെ നാട്ടിൽ ഈ ചൂടുകാലത്ത് കായ്ക്കുന്ന ബട്ടർ ഉണ്ട്, അതാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കവുങ്ങ്, തെങ്ങ് പോലുള്ള വിത്ത്, പിന്നെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ബോട്ടിങ്ങും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് വിത്തിട്ടാൽ മാത്രം മതി. വിത്തിട്ട് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതെ, ഇത് നമ്മുടെ മാവിൽ തന്നെ ഒരു ഐറ്റമാണ് മൾട്ടി മാവുകൾ. അതായത് ഒരു മാവിൽ തന്നെ പല വെറൈറ്റീസ് ഉള്ളൊരു ഐറ്റമാണ് ഈ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ തന്നെ പലതിനും ഇത് ഓരോ എണ്ണത്തിനും ഒരുപോലെ ആയിരിക്കും. ഇതിൽ തന്നെ അല്ലേ 1, 2, 3, 4, 5 ഐറ്റം മാവ് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ ഉണ്ടായിരിക്കും. ചിലത് 3 ആയിരിക്കും, ചിലത് 2 ആയിരിക്കും. ഇത് നോക്കുകയാണെങ്കിൽ 3 എണ്ണമേ ഉള്ളൂ, 3 വെറൈറ്റിയേ ഉള്ളൂ. ഇതിൽ പന്തൽ നോക്കുകയാണെങ്കിൽ 1, 2, ഇതിൽ 2 വെറൈറ്റി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ. 2 വെറൈറ്റി, ഇതിലും 2 വെറൈറ്റി ഉള്ളൂ. അങ്ങനെ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് വരുന്നത്. പലതും പല പോലെയാണ് വരുന്നത്. ഇതിൽ 2 വെറൈറ്റി, ഇതിൽ 3 വെറൈറ്റി ഉള്ളൂ. അങ്ങനെ ഓരോന്നിനും 5 വെറൈറ്റി, 6 വെറൈറ്റി, 7 വെറൈറ്റി വരുന്നുണ്ട്, 2, 3 വരുന്നുണ്ട്. അങ്ങനെ മൾട്ടിയാണ്. ഒരു മാവിൽ തന്നെ പല ഐറ്റം മാവുകൾ. അതായത് ചിലർക്ക് സ്ഥലപരിമിതി ഉണ്ടാവും, ഒരുപാട് മാവിന് വെറൈറ്റി വളർത്താൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഇങ്ങനത്തെ മൾട്ടി സജസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം സാധാരണ മാവിൻ്റെ അത്രത്തോളം എണ്ണം വരില്ല എന്നുണ്ടെങ്കിലും കുറച്ച് എല്ലാ മാവുകളും ലഭിക്കും. എല്ലാ ഇനവും നമുക്ക് കിട്ടും. എല്ലാ ഇനവും കിട്ടും. ഒന്നിൽ തന്നെ 5-നും 4-നും വരെ വരുന്നുണ്ട്. ചിലത് 2-നും 3-നും അങ്ങനെ മുകളിലേക്ക് തൈകളുടെ രൂപത്തനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മാസീവായിട്ട് മൾട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എത്തിച്ചു നഴ്സറികളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഇവിടെ വന്ന് റിട്ടേൽ കസ്റ്റമേഴ്സ് ആയാലും അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ മൾട്ടി ഏകദേശം ഒരു 10-200-ലധികം മൾട്ടി ഇപ്പോൾ നിലവിൽ തന്നെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിലൊക്കെ ഒരു നമ്പർ ഉണ്ട്, ഒരു എല്ലാക്കോ മൾട്ടി. ആ നമ്പറിനനുസരിച്ച് അതിൻ്റെ റേറ്റ് വരിക. അതായത് വെറൈറ്റി കാര്യങ്ങൾക്ക് നോക്കിയിട്ട് എല്ലാത്തിനും എല്ലാ കവറുകളും നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിനനുസരിച്ച് റേറ്റ് വരുന്നത്. അത് ഓരോ ഏജ് ഗ്രൂപ്പായി മാറ്റം ഉണ്ടാവും. തൈകളുടെ വെറൈറ്റിക്ക് മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ വെസ്റ്റേൺ വെറൈറ്റീസ് ആയിരിക്കും കൂടുതലുണ്ടാവുക, ചിലപ്പോൾ നമ്മുടെ സാധാരണ ലോക്കൽ വെറൈറ്റീസ് ആയിരിക്കും. അതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ ഏരിയ ആണ്. ഇവിടെയും താഴെ ഭാഗത്ത് ഇതുപോലെ 2-3 ലോട്ട് വരുന്നുണ്ട്. ഈ ഭാഗവും താഴെ ഭാഗം ഫുൾ റംബൂട്ടാനാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കവർ നമ്മൾ കാര്യമായിട്ട് നമ്മൾ 10, 14, 16, 18 മുതൽ കവറുകളാണ് കൂടുതലായിട്ടും റംബൂട്ടാൻ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറു കവറുകൾ സെയിൽ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം നമുക്ക് കേടെല്ലാം കഴിഞ്ഞ് ഇത് ജസ്റ്റ് ആളിലേക്ക് എത്താനുണ്ടെങ്കിൽ ശേഷം ആ കവർ സീസൺ എപ്പോഴും ഓപ്റ്റായിട്ട് വരുന്നത്. റംബൂട്ടാൻ എല്ലാ ടൈപ്പ് വെറൈറ്റീസും നമ്മുടെ 6-7 വെറൈറ്റികളുണ്ട്. NIT, മൽവാന, റോങ്ക്രിയാൻ, സ്കൂൾ ബോയ്, പിന്നെ സീസർ, E35, അങ്ങനെ 6-7 വെറൈറ്റി നമ്മുടെ കയ്യിൽ നിലവിൽ
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ തെങ്ങിൻ്റെ തൈകളുടെ ഒരു ബെഡാണ്. ഇത് കഴിഞ്ഞു, ജസ്റ്റ് ഇപ്പോൾ ഏകദേശം ആയതെല്ലാം കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ഉള്ള കുറച്ചും കൂടെ ഉള്ളൂ. നമ്മൾ നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. ഒരു 10% എടുക്കാറുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഇനി കുറച്ചുകൂടി നിറക്കാൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സീഡ് ബെഡാണ്. ഇനിയിപ്പോൾ അടുത്ത വിത്ത് ഇറക്കാനായിട്ടുണ്ട്. വിത്ത് ജസ്റ്റ് നമ്മൾ തെങ്ങിൻ തൈ ആയിരുന്നാലും എല്ലാം നമ്മളിവിടെ തന്നെയാണ്. ഇല്ല, നമ്മളിവിടെ കാര്യമായിട്ട് കുറ്റിയാടി ആണ് ചെയ്യുന്നുള്ളൂ. കുറ്റിയാടി തെങ്ങാണ് നമ്മൾ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. മറ്റുള്ള തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മറ്റുള്ള തൈകൾ അവൈലബിൾ ആണോ ഇവിടെ? അവൈലബിൾ ആണ്. അത്യാവശ്യമുള്ള നഴ്സറിക്കാർക്ക് അത്യാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് നമുക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. കുറ്റിയാടി നമ്മളിവിടെ ഓൺ പ്രൊഡക്ഷനായിട്ട് ചെയ്യുന്നുണ്ട്. കവുങ്ങ് തൈകളുടെ ഏരിയയാണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ വെറൈറ്റി വരാനായി. ഡിസംബർ കൂടി പുതിയ വെറൈറ്റീസ് വന്നു തുടങ്ങും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ലേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലായിടത്തും കവുങ്ങ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നമ്മളിതിനെ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി സ്റ്റോക്ക് വരുന്നതാണ്. ഈ സമയത്ത് ഇനി എല്ലായിടത്തും തീരുമ്പോൾ ലാസ്റ്റ് ഇതും കൂടി അങ്ങ് ഒറ്റയടിക്ക് ഔട്ടായി പോകാനാണ് ചെയ്യാറ്. കവുങ്ങ് ഏതൊക്കെ വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ മോഹിത്നാർ, ഇണ്ടർമംഗള, കാസർഗോഡ് 3 വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ കവുങ്ങ് തൈ പൊതുവെ ഇതിനെ കൊടുക്കുന്നതിന് ശേഷം ഒരു 30 രൂപയിൽ താഴെയായിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ മാറ്റങ്ങൾ വരും. കൂടുതലെടുക്കുന്നതനുസരിച്ച് ഓർഡറിൻ്റെ വാല്യൂ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇത് ഞങ്ങൾ പാലക്കാടത്തേക്ക് പാലക്കാടത്തേക്ക് കവുങ്ങാണല്ലേ? കവുങ്ങ് നമ്മൾ ഏതൊക്കെ റൂട്ട് പോകുന്നുണ്ട് നമ്മൾ വണ്ടി? നമ്മൾ ഇവിടുന്ന് ഏകദേശം മലപ്പുറം ജില്ല മൊത്തം, പിന്നെ അതേപോലെ പാലക്കാട്, പിന്നെ തൃശ്ശൂർ, ആ ഭാഗങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കണ്ണൂർ, കാസർഗോഡ്, ആ ഭാഗങ്ങളിൽ ഇരിട്ടി, പേരാവൂർ, ആ ഭാഗങ്ങളിൽ മൊത്തത്തിലാണ് ഇപ്പം ഞങ്ങളിവിടെ ചെയ്തത്. അവിടെ ഏകദേശം ഒരു 100-ൽ പരം നഴ്സറികൾ ആ കണ്ണൂർ ഭാഗത്ത്, ആ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് തന്നെ ഞങ്ങൾ സാധനം കൊടുക്കുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഈ കണ്ണൂർ കാസർഗോഡൊക്കെ എത്തുമ്പോഴത്തേക്ക് എത്ര ദിവസം കൊണ്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും? അത് ഞങ്ങൾ ഇന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു നാളെ ഉച്ചയാകുമ്പോഴേക്ക് ഡെലിവറി ചെയ്തൊക്കെ തിരിച്ചെത്തും അല്ലേ? നമ്മൾ തന്നെയാണ് കൊണ്ട് ഇറക്കി കൊടുക്കുന്നത്? ഞങ്ങൾ തന്നെ ഈ വണ്ടിയിൽ ഇറക്കി. ഇത് ഫുൾ ലോഡ് ഉണ്ടാവും. അപ്പോൾ മൊത്തം ഞങ്ങൾ തന്നെയാണ് നഴ്സറികളിൽ ഇറക്കി കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആളുകൾ, ആ ഭാഗത്തുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ഓർഡർ ഞങ്ങൾക്ക് ഇവിടെ കമ്പനിക്ക് നഴ്സറിക്ക് വിളിച്ച് തരാറുണ്ട്. അതൊക്കെ ഞങ്ങൾ യഥാസമയത്ത് ഒരു പറഞ്ഞ സമയത്തിന് ഞങ്ങളവിടെ എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ നഴ്സറിക്കാർക്കൊക്കെ ഞങ്ങളെ ഇപ്പം വലിയൊരു താല്പര്യമാണ്. അവർക്ക് എത്ര ഇത് വന്നാലും ഏത് സമയത്തായാലും ഓർഡർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് തരാറുണ്ട്. കൃത്യസമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. മാവിൻ്റെ ഏരിയയാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 10-50 ഇനങ്ങൾ. ഇപ്പോൾ നല്ല ഇനങ്ങളായിട്ടുള്ള അൽഫോൺസ, കാലാപ്പാടി, മല്ലിക, കുളമ്പ്, മൂവാണ്ടൻ, അതുപോലെ വിദേശ ഇനങ്ങളിൽപ്പെട്ട നമ്മുടെ നാംഡോക്മായി, ബനാന, R2E2 പോലെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള ഒരു നീലം. അതിൻ്റെ 10-50 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലത്തെ 2-3 പ്ലോട്ടുകൾ നമുക്കുണ്ട്. ഇത് നമ്മുടെ ഒരു മെയിൻ പ്ലോട്ടിൽപ്പെട്ട ഒരു ഏരിയയാണ്. ഏകദേശം ആ തലവരെ കാണുന്ന ഏരിയയിൽ 2 ഭാഗങ്ങളിലുള്ളത് ഫുൾ മാവും തൈകളാണ്. ഇതിൻ്റെ ബോർഡറുകളിലൊക്കെ നമ്മൾ മദർ പ്ലാന്റ്സും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബോർഡറുകളിൽ പ്ലാവിൻ്റെയും മാവിൻ്റെയും മദർ പ്ലാന്റ്സ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വേറെ തോട്ടങ്ങൾ അപ്പുറത്തായിട്ട് വേറെയും വരുന്നുണ്ട്. നമുക്കിപ്പോൾ എത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കാൻ കഴിയും, എത്തിച്ചു കൊടുക്കാൻ കഴിയും. നമ്മൾ ഏകദേശം ഒരു 1 lakh ഒരു വർഷം പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അതിപ്പോൾ ഏത് പ്ലാന്റുകളായിരുന്നല്ലോ അങ്ങനെ വരുന്നുണ്ട്? എല്ലാ പ്ലാന്റുകളും ഏകദേശം നമുക്ക് ഒരു 1 lakh വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ 2 റോഡിൻ്റെ സൈഡുകളിലും നമ്മൾ മദർ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അപ്പം മുകളിൽ ആ സൈഡിലാണ് ബട്ടർ അവിടെ വന്നിട്ടുണ്ട്. പ്ലാവ് ഇവിടെ ഉണ്ട്. ഇനി 2 സൈഡിൽ മാവുണ്ട്. ഇത് പ്ലാവാണ്, ഇത് മാവിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഇതിന് പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നാംഡോക്മായി വരുന്നുണ്ട്, ഹിമാ പസന്ത് വരുന്നുണ്ട്, ഇവിടെ കാലാപ്പാടി വരുന്നുണ്ട്, നാസിക് പസന്ത് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ഈ പ്ലോട്ട് ഈ 35 ഏക്കറിനുള്ളിൽ തന്നെ നട്ട് അതെ. ഇത് മാത്രമല്ല, 35 പുറത്ത് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. ഇത് അതിന് പുറമെ ഈ ഏരിയയിൽ എല്ലാ ബൗണ്ടറികളിലും നമ്മൾ മദർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ ലൈനിൽ പോകുന്ന ചിക്കു, ബനാന ചിക്കു, കാലാപ്പ ചിക്കു പോലത്തെ റോസ് ചിക്കു പോലെ സാധനങ്ങൾ ആ റൈനിൽ വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടറാണ് വരുന്നത്, അതായത് മാവാണ്. അങ്ങനെ ഓരോ പ്ലോട്ടിനനുസരിച്ച് നമ്മൾ അവിടെ അതിൻ്റേതായ മദർ പ്ലാന്റ്സ് നമ്മൾ നട്ട് പോകുന്നുണ്ട്. ഓക്കെ. ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ ഒരു ബട്ടർ പ്ലാന്റേഷൻസിൻ്റെ ഏരിയയാണ്. അതിന് ബട്ടറിൻ്റെ തൈകളിൽ വെച്ചിട്ടുള്ള എവിടെയാണ് ഈ മോൾ ഭാഗത്ത് ഇവിടെ താഴെ അങ്ങനെ 3 പ്ലോട്ടാണ് വരുന്നത്. ഒരു പ്ലോട്ട് ഇതാണ്. അങ്ങനെ ഈ ഒരു 3 പ്ലോട്ടിനാണ് നമ്മൾ ബട്ടർ, വെണ്ണപ്പഴം, അവക്കാഡോ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാര്യമായിട്ട് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചൂടത്തേക്കുന്ന ഒരു വെറൈറ്റി എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് നമ്മൾ ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരൊറ്റ വെറൈറ്റിയിൽ കാരണം ട്രോപ്പിക്കൽ റീജിയനിലേക്ക് പോകുമ്പം ആളുകൾക്ക് പല വെറൈറ്റീസിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല. അത് നമ്മൾ ഇനി അടുത്ത് പോയിട്ട് അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വെറൈറ്റി തിരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചൂടത്ത് കായ്ക്കുന്ന ഒരു വെറൈറ്റി എന്ന രീതിയിൽ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഇത് മാത്രം തന്നെ ഈ 2-3 പ്ലോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ബട്ടർ കൂടുതൽ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ട്രോപ്പിക്കൽ ബട്ടർ എന്നുള്ള രീതിയിൽ ഈ ചൂട് കാലത്ത് മാത്രം കഴിക്കുന്ന ബട്ടർ അധികം ചെയ്യുന്നില്ല. ബട്ടർ അധികവും ഈ ചെയ്യുന്നതൊക്കെ ഈ കോട്ടയം ആ സൈഡുകളിൽ, ഇടുക്കി, വയനാട് പോലെ സൈഡുകളിലാണ് ബട്ടർ കാര്യമായിട്ട് ചെയ്യുന്നത്. അതൊക്കെ അവിടുത്തെ സൈഡ് തണുപ്പുള്ള റീജിയണൽ സൈഡായിരിക്കും. അപ്പോൾ നമ്മളിത് ഇരുത്തുള്ള ഏകദേശം മലപ്പുറം
ഈ കോഴിക്കോട് ഈ ഒരു ഭാഗങ്ങളിലുള്ള ഈ ഒരു പ്രദേശം നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിലുള്ള ബട്ടർ ഇവിടെ കാഴ്ച ബട്ടർ മാത്രം സെലക്ട് എടുത്തിട്ടുള്ളൂ. കാരണം അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ചൂട് കാലത്ത് കാഴ്ച ബട്ടറായിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും ചൂടുള്ള പ്രദേശത്ത് അത് കായ്ക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. 10-14 മുകളിലേക്കുള്ള തൈകൾ നമ്മൾ കൊടുക്കാറുള്ളൂ. കാരണം ചെറിയ തൈകളാകുമ്പം ഡാമേജ് കൂടാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആയി നല്ലതായതിനു ശേഷം മാത്രമേ തൈകളൊന്നും പുറത്തേക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 400 രൂപ ചോടായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. റീറ്റെയിലായിട്ട് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഹോൾസെയിൽ വില എന്ന് പറയുമ്പോൾ കൂടുതൽ എണ്ണത്തിന് എടുക്കുന്നതിന് വാല്യൂ അനുസരിച്ചും അതിലൊരു മാറ്റങ്ങൾ വരും. പ്ലാവിൻ്റെ ഒരു സെക്ഷനാണ്, 2-3 സെക്ഷൻസ് വരുന്നുണ്ട്. അതിലൊരു ഭാഗമാണിത്. ഇതിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു 5, 6, 7 വെറൈറ്റികൾ നമുക്ക് നിലവിലിവിടെ ഉണ്ട്. വിയറ്റ്നാം മെർലി, സിദ്ധു, അതുപോലെ ഡെങ്സൂരി, J33, കംബോഡിയൻ, അതുപോലെ മുട്ടം വരിക്ക, തേൻ വരിക്ക പോലത്തെ ഓട് വെറൈറ്റീസ്, സിന്ദൂർ, സിംഗപ്പൂർ വരിക്ക പോലുള്ള നല്ല വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കഴിച്ചിട്ടുള്ള ഒരു ബ്രസീലിയൻ ജാക്ക് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, ഒരു വലിയ ചക്കയുള്ളത്. അതെ, ആ ചക്ക നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് ഇറക്കിയാണ് സാധനം. നമുക്ക് ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷം നമുക്ക് കഴിച്ചു. അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ നല്ല ചക്കയാണ്, വലിയ ചക്കയാണ്, ചുളയും നല്ല ഏകദേശം മഴക്കാലത്ത് കിട്ടിയപ്പോഴും മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആ വെറൈറ്റി നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. വെറൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ഹ്യൂജ് ആയിട്ട് കൊടുക്കാനുണ്ട്. കൊടുക്കാനുണ്ട്. നമ്മളിപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് നമ്മൾ കുറച്ചുണ്ടായി, ഒരു 10,000 സംതിങ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ തന്നെ മരങ്ങളുള്ളതാണല്ലോ, നമുക്കത് ഒരു വെറൈറ്റി ഔട്ടാക്കിയില്ല. അപ്പോൾ ഒന്നായിട്ട് ഉണ്ടാക്കാത്ത നമ്മൾ അതിൻ്റെ മൂവിങ് നോക്കിയിട്ട് പിന്നെ അത് കൂടുതൽ ഉണ്ടാക്കും. ഈ ബ്രസീലിയൻ ചക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾ സീസൺ ആണോ അല്ലേ സീസണല്ല? അല്ല, നോർമൽ. പക്ഷേ കുറച്ച് ഏർലിയാണ് ചക്ക. സാധാരണ ചക്ക ഇടുന്ന കുറച്ച് നേരത്തെ ചക്ക പൊട്ടി വരാറുണ്ട്. വലിയ ചക്കയായിരിക്കും, നല്ല മധുരമാണ്. മഴക്കാലത്തായാലും വലിയ മധുരം കുറവ് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്യാൻ. കാരണം മറ്റേ മഴക്കാലത്തേക്കും ചക്ക ഒരു മധുരം പോവാറാണല്ലോ, ഇതിൻ്റെ മധുരം ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചത്. കസ്തൂരി മാംഗോ, അതുപോലെ തന്നെ ഇത് കാട്ടിമൂൺ, ഇത് ഓൾ സീസൺ വെറൈറ്റിയാണ്. ഇത് കായ്ച്ചതാണ്, നേരത്തെ കായ്ക്കുന്നതിനാണ് കാട്ടിമൂണ്. ഇത് കസ്തൂരി എന്ന് പറഞ്ഞാൽ ഏകദേശം കറുത്ത രീതിയിൽ വാങ്ങി നമ്മൾ കായ്ച്ചിട്ടില്ല. നമ്മൾ മദർ പ്ലാന്റ് വെച്ചിട്ടേ ഉള്ളൂ. അത് നമ്മൾ കായ്ക്കാനാവുന്നേ ഉള്ളൂ, കായ്ച്ച കഴിഞ്ഞിട്ട് നിർത്തിയേ ഉള്ളൂ. അതുതന്നെ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം പൂട്ടിരുന്നു, ജസ്റ്റ് പോയിട്ട് തെളുത്ത് വന്നു. പിന്നെ കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ടായിരുന്നു, മാങ്ങ കഴിച്ചതുമാണ്. അതൊരു ഓൾ സീസൺ വെറൈറ്റിയാണ്, സീസണിൽ അത് കായ്ക്കും. അത് രണ്ടും കാട്ടിമൂണാണ്, ഇത് രണ്ടും കസ്തൂരിയാണ്. ഈ രണ്ട് കസ്തൂരിയാണല്ലേ. നമുക്ക് കാണാനൊരു ഭംഗിയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫസ്റ്റ് വരുന്ന ഇലകൾ കണ്ടില്ലേ, ഒരു ഭയങ്കര ഒരു ഡാർക്കായിരിക്കും, ഒരു ഡാർക്ക് വയലറ്റ് കളർ പോലെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് സ്റ്റേജ് വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുപ്പുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ഇല പിന്നെ ഒരു റെഡിഷ് ബ്രൗണിലേക്ക് മാറും അല്ലേ. ഈ ഒരു കളറിൽ വേരിയേഷൻ കണ്ടില്ലേ, ഒരു വയലറ്റ് റെഡിഷ് ബ്രൗണിലേക്ക് വരും. അതിനുശേഷം പിന്നെ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഡാർക്ക് ഇതിലേക്ക് വന്ന് ഗ്രീനിഷിലേക്ക് വന്ന് പിന്നെ ഇങ്ങനെ ഒരു ബ്രൗണിഷായി അവസാനമാണെങ്കിൽ പച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് തന്നെ അറ്റ് എ ടൈമിൽ തന്നെ ഇത് തന്നെ ഒരു 3-4 കളേഴ്സ് ഉള്ളതുകൊണ്ട് ഭംഗിക്ക് വീട്ടിൽ വെച്ചാലും നമുക്കൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കാം. കായ്ഫലം കിട്ടുമ്പോൾ മാവും കഴിക്കാം, അതൊരു ഓർണമെന്റ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ രണ്ടിനും കഴിയുന്ന രീതിയിലാണ്. ഇതിപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു പ്ലോട്ടാണ്. ശേഷം കാണാം, നോക്കിയാൽ കാണില്ല. ആ തലവരെ ഫുള്ള് മാവ് തന്നെയാണ് വരുന്നത്. വലിയ മാവുകളാണ്, നമ്മുടെ പ്ലാന്റേഷനും കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ കൊണ്ടുപോകുന്ന മാവുകളാണ്. വലിയ ശേഷം ഇതിൽ കുറേയൊക്കെ പൂട്ട് ഫ്ലവർ ചെയ്തതാണ്. ചെയ്ത് കാഴ്ചപ്പോൾ ഉണ്ടാവും. അതിനെ ഫ്ലവർ ചെയ്ത് കണ്ടാൽ അപ്പോൾ കൊണ്ടുപോകും. ഫ്ലവർ സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഇവിടെ കേരള സ്റ്റേജുകൾ സ്റ്റാർട്ടാവുന്ന സമയമായതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പ് മാവും വെച്ചിട്ടുണ്ടോ? ഇത് വലിയ കവറിൽ ഏകദേശം 10ഓളം വെറൈറ്റീസ് നിലവിൽ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും, ഈ പ്ലോട്ടിൽ മാത്രമായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ ബംഗ്ലോർ ഉണ്ട്, അൽഫോൺസ് ഉണ്ട്, കുറ്റ്യാട്ടൂരുണ്ട്, അമ്മിണി, നാസിക് പസന്ത്, അമലാപുരി, ബംഗ്ലോറ ഉണ്ട്, സേലം ബംഗ്ലോറ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ തായ്ലാൻഡ് ജ്യൂസ് ഉണ്ട്. പിന്നെ വലുതായാലും ചെറുതായാലും ഏകദേശം കണക്ക് തന്നെ തായ്ലാൻഡ് വരുന്നുണ്ട്, പിന്നെ മൽഗോവ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ കലപടി നില്ല, സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകും. കാരണം ചന്ദ്രക്കാരൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു 8-10 വെറൈറ്റീസ് ഈ പ്ലോട്ടിൽ തന്നെ നിലവിലുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് തന്നെ എത്രത്തോളം കളക്ഷൻ ഉണ്ടാവും? നമുക്ക് എത്ര തൈകൾ വരും ഒരു ആവറേജ്? ഈ ഒരു പ്ലോട്ടിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു വലിയ തൈകൾ മാത്രമായിട്ടൊരു 10,000-15,000 തൈകൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് പ്രൊഡക്ഷൻ തൈകൾ നമ്മൾ വലുത് പ്ലാന്റേഷന് വേണ്ടി വരുത്താൻ വേണ്ടി വെച്ചാണ്. ഇപ്പം ഏകദേശം എല്ലാം എന്നെക്കാട്ടിലും ഹൈറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് 2 മീറ്റർ ഹൈറ്റ് വരുന്ന സാധനങ്ങളാണ് സുമാറൊക്കെ പലതുണ്ട്. നമ്മൾ ജസ്റ്റ് പ്രൂണിങ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് നിർത്തിയ മാവുകളാണ്, നേരത്തെ കായ്ക്കുന്ന ഇനങ്ങളുമാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഐറ്റംസ് നമ്മളിപ്പോൾ ഇവിടെ അധികം പ്ലാന്റേഷനോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ തൈകളും പോകുന്നത് തോട്ടം വെക്കുന്ന വേണ്ടി ഒക്കെയാണ് പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മാവിൻ്റെ മറ്റൊരു ഏരിയയാണ്, മാവ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു പോട്ടിംഗ് ഷെഡ് ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മുടെ മണ്ണ് കാര്യങ്ങളൊക്കെ നമ്മൾ കവറാക്കാൻ മറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് മണ്ണ് കവറാക്കി ശരിയായ തൈകൾ അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇവിടെ തന്നെ ആയിരിക്കും വളവും ചകിരിച്ചോറ് പോലെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് നമ്മുടെ പോട്ടി മിക്സിൻ്റെ യൂണിറ്റും കൂടി വരുന്നുണ്ട് അവിടെ. പോട്ടി മിക്സ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? നമ്മുടെ തൈകൾ മിക്സ് ആക്കാൻ വേണ്ടി പോട്ടി മിക്സാണ് ഉപയോഗിക്കുന്നത്. മണ്ണും വളവും ചകിരിച്ചോറ്, ട്രൈക്കോഡർമ, സൂഡോമോണാസ് പോലെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രസീലിയൻ ജാക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനാണ്. നമ്മളെ ഇവിടെ വന്ന് കാഴ്ചയാണ്, നല്ല ഒക്കെയാണ്. മഴക്കാലത്ത് നമുക്ക് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയതായിട്ട് കണ്ടിട്ടില്ല. നല്ല മധുരം ഉണ്ടായിരുന്നു,
നല്ല വലിയ ചക്കയാണ്, നല്ല സൈസുള്ള ചക്കയും അതേമാതിരി ഏകദേശം നമ്മൾ നല്ല നീളമുള്ള ചുളയും കട്ടിയുള്ള ചുളയാണ് ഏകദേശം കുറച്ച് വലിപ്പമുള്ള. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ചക്കയായിരുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ ഇത് നമ്മളെ ആ ഈ മധുരമരത്തിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ എടുത്ത് ഇതുപോലെ നമുക്കൊരു 8-10 മരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ കയ്യാരത്തോട് ചെയ്ത് ഈ മരത്തിനാണ് ഇതിന് കമ്പ് എടുത്തിട്ടുള്ളത്. ബ്രസീലിയൻ ജാക്കിൻ്റെ തൈകളാണ് നമ്മൾ ഏകദേശം കുറച്ച് നമ്മൾ തൈകളിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സെയിൽസിൻ്റെ ഭാഗമായിട്ട് കവറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തൈകൾ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ വർഷം ഇറക്കിയതാണ്. കുറച്ച് സെയിലായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തൈകളൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം പലർക്കും അറിയാം, പല ഭാഗത്തും ഉണ്ടാവില്ല, ചില ഭാഗത്തൊക്കെ ഉള്ളൂ. നമ്മൾ അന്വേഷിച്ച പല ഭാഗത്തും കിട്ടി തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ തൈകൾ കൂടുതൽ കൂടി പ്രൊമോട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. തൈകൾ ഇപ്പോൾ നമുക്ക് നല്ല അവൈലബിൾ ആണ്. ഇതിൻ്റെ വലിയ തൈകളും ഉണ്ടല്ലേ താഴേക്ക്? കുറച്ച് വലിയ തൈകളും കൂടി താഴത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സാമ്പിൾ കുറച്ച് എടുത്തിരുന്നു, 100-500 തൈകളോളം. ഓക്കെ. ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇത് നമുക്ക് ഏകദേശം നമ്മളൊരു 100 രൂപ റേഞ്ചിലേക്ക് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. 100 രൂപയ്ക്ക് അല്ലേ? ചെറിയ ഇത് നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റ് ആണ്. നമ്മുടെ ഇവിടെയുള്ള ഇലകളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വിട്ട് മണ്ണിനെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ആക്കിയിട്ട് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കണ്ണിപ്രദേശത്ത് ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പോസ്റ്റ് ആക്കി മാറ്റി വെച്ചതാണ്. നമ്മുടെ കറുത്ത കമ്പോസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണിര. നമ്മളിത് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അടിയിൽ ഇതിനൊക്കെ ആവശ്യമായിട്ട് ചകിരി ലെയർ കൊടുക്കും. അതിൽ ചാണകവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ വേസ്റ്റ് ഇട്ടാണ് മണ്ണിരയൊക്കെ നിക്ഷേപിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിരക്ക് ആവശ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് പച്ച ചാണകം കുറച്ച് ഇതിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പച്ച ചാണകം അല്ലേ? പച്ച ചാണകം ഇതുപോലെ ഷെഡ് കെട്ടി അതെ അതെ, ഈ ഷെഡ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ ഈ ഷെഡ് ഇങ്ങനെ ബോക്സ് ഉണ്ടെങ്കിൽ ഇതിന് വളരാൻ കഴിയുള്ളൂ. വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി പുറത്ത് വെള്ളം പോകുന്ന സജ്ജീകരണം വേണം. അതിന് വെള്ളം കുറഞ്ഞപ്പോൾ ഫില്ല് ചെയ്യണം. ഈ വെള്ളം ഇപ്പോൾ ഫില്ലാക്കി വെക്കണം, അല്ലാണ്ട് ഇതിലേക്ക് ഉറുമ്പ് കിടക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒരുപാട് ഉറുമ്പ് കിടന്നു കഴിഞ്ഞാൽ മണ്ണിനെ ആക്രമിച്ച് കൊല്ലും. നമ്മളെപ്പോഴും ഇത് വെള്ളം ഫുള്ളാക്കി വെക്കും. ഇത് നമ്മുടെ മണ്ണിരയുടെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ എക്സസൈസ് ഒരു എന്താ പറയുക, ഇതിൽ വരുന്നൊരു ലിക്വിഡാണ്. ഇതിന് വെർമി വാഷ് എന്നാണ് പറയുക. വെർമി വാഷ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മളിതിന് മൈക്രോ സ്പ്രേ കാരണമായിട്ട് കൊടുക്കും. കൂടുതൽ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്ന ഒന്നാണ് വെർമി വാഷ്. അപ്പം വെർമി കമ്പോസ്റ്റ് നമ്മൾ കൂട്ടുകളായിട്ട് ഉപയോഗിക്കും. ഇതിൻ്റെ വെർമി വാഷിന് നമ്മൾ ബോറോൺ മാഗ്നീഷ്യം വെച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം സ്പ്രേ ആയിട്ടും ഒഴിക്കാൻ രണ്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വളർച്ചയൊക്കെ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് സ്പീഡാക്കാനും ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ചെറുകാർഡ്സിൻ്റെ ബഡ്ഡിങ് പ്ലാവിൻ്റെ മറ്റേ ബഡ്ഡിങ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ മൊത്തം സീഡ്ലിങ്സ് ബഡ് വെച്ചിട്ടുണ്ട്, ചിലത് കട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ നടക്കുന്നത്. ഇവിടുന്ന് ഓക്കെ ആയ തൈകളാണ് നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി കവർ മാറ്റലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബഡ് ചെയ്ത് കെട്ടി വെച്ച തൈകളാണുള്ളത്. ചെയ്ത് റെഡിയായ തൈകളാണ് അവിടെ ഉള്ളത്. ഇത് കട്ട് ചെയ്ത് മുറിച്ചുവിട്ട തൈകളാണ്. ഇങ്ങനെ പുതിയ തെളിപ്പെടുത്ത് പുതായി വരുന്നുണ്ട്. ഇത് വയറ്റിലേത് മുള വരുന്നുണ്ട്. മുള ഒന്ന് കുറച്ച് വലുതായി കുറച്ച് വലുപ്പമാകുമ്പോൾ നമ്മൾ സൈസിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബഡ്ഡിങ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ഒരു റൂട്ട് സ്റ്റോക്കും അതുപോലെ ഇതിൻ്റെ സൈഡും രണ്ട് കാര്യം ഉണ്ടാവും. ഇത് നമ്മുടെ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന മരം. അപ്പം വിയറ്റ്നാം മേർലിയുടെ ഒരു കമ്പാണിത്. ഈ കമ്പ് ഇതിൽ ഒട്ടിക്കുമ്പോൾ പിന്നെ വിയറ്റ്നാം മേർലിയാണ് വളർന്നു വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നല്ല നമ്മൾ ചെയ്യുന്ന രീതിയാണ്. അത് നമ്മൾ സൈഡിന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി വെക്കും. ഈ ഇല വരുന്ന ഭാഗം മുകളും ആണ് നുള്ളി എടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അതെ അതെ അതെ, ചിലത് നല്ലത് കിട്ടും, പക്ഷെ അത് കിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഓക്കെ അല്ല. ഇനിയിപ്പോൾ നല്ലത് ഇപ്പം ഓക്കെ. അപ്പോൾ അതിന് കവണ് കിട്ടി. ഇനി അതിനുള്ളിൽ ഒരു ചെറിയൊരു മുകളുണ്ട്. ആ മുകളുണ്ടോ എന്ന് നോക്കണം. അതിനുള്ളിൽ ജസ്റ്റ് ആ മുകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അത് ജസ്റ്റ് എടുത്തിട്ട് അതിന് വെക്കാൻ പാകത്തിനൊരു ചെറിയ ഗ്യാപ്പ് ഇതിൻ്റെ ഈ സൈണ് വെക്കാൻ പാകത്തിന് റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കണം. കട്ട് ചെയ്തെടുക്കും. അപ്പോൾ റൂട്ട് സ്റ്റോക്കിൽ ഇനി ചെറിയ ഭാഗം നമ്മൾ ജസ്റ്റ് പൊളിച്ച് മാറ്റും. എന്നിട്ട് അതിൽ ആ സൈണിനെ വെച്ചിട്ട് നമ്മൾ ബഡ്ഡിങ് പ്ലാസ്റ്റിക് ആണത്. ബഡ്ഡിങ് പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിനെ നമ്മൾ കെട്ടുകയാണ് ചെയ്യാറ്. ഇങ്ങനെ കെട്ടി നമ്മൾ മാറ്റി വെക്കുന്നത് എത്ര ദിവസം? കാലാവസ്ഥക്ക് അനുസരിച്ചാണ്. ഒരു 25 മുതൽ 45 ദിവസം വരെ പ്രതീക്ഷിക്കാം, മഴയും വെയിലും അനുസരിച്ച്. നല്ല വെയിലാണെങ്കിലും വലിയ തേണെങ്കിൽ 1.5 മാസം 2 മാസം വേണം. ചെറുതാണെങ്കിൽ 1 മാസം. ചെറുതാണെങ്കിൽ 1 മാസം. അത് ഈ യങ് ഗ്രീന് ബഡ്ഡിങ് വരുന്നുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 1.5 മുതൽ, അതായത് ഒരു 25 ദിവസം മുതൽ ഒരു 45-50 ദിവസം വരെ പ്രതീക്ഷിക്കാം. മഴക്കാലമാണെങ്കിലും കുറച്ച് വൈകും, വേനൽക്കാലമാണെങ്കിൽ പെട്ടെന്നാവും. ഇത് നമ്മൾ തൈകളെ ജസ്റ്റ് അല്ലേ, ഇത് നമ്മൾ പുറത്തേക്ക് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ഫുൾ ചകിരിച്ചോറിലായിരിക്കും. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ്ലെസ്. അപ്പോൾ നമുക്ക് കയറ്റി അയക്കാനും പാകത്തിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് എത്തിക്കാൻ പാർക്കുന്ന പോലെ വലിയ വെയിറ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ട് പറയും. ഇങ്ങനത്തെ തൈകളാണെങ്കിൽ നമുക്ക് ഇതിനെടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കവറിലൊക്കെ പാക്ക് ചെയ്താൽ ഫുള്ള് ചകിരിച്ചോറിലായിരിക്കും ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവില്ല. അതുപോലെ ഇതിലുള്ള കപ്പുകളാകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, കുറച്ച് സ്ഥലം. ഇത് കപ്പ് ഊരിക്കാൻ നമ്മൾ കൊടുക്കുള്ളൂ. ഇത് ജസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കഴിഞ്ഞ് ഇതിനോട് നമ്മൾ ഊരിയെടുക്കും. അതങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് സാധനം കിട്ടും. മറ്റേ കവറിനെക്കാട്ടിലും കുറച്ച് വെയിറ്റ് കുറവായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്, ഉൽപ്പാദന കേന്ദ്രമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്.
ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏരിയ ആണ്. അത് ബഡ്ഡിങ്ങിൻ്റെ കണ്ട പോലെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഇതിപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെ തൈകൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചെയ്ത് വെച്ച് ശേഷം റെഡി ആയതാണ്. ഇതാണ് ഇത്. ജസ്റ്റ് നമ്മൾ ആയി വരുന്നത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ കവർ ഊരി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ നല്ല പ്രദേശം ആയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നതെല്ലാം ആയതാണ് അല്ലേ? ഇതൊക്കെ ആയത് ഇങ്ങനെ ആയി വരുന്നതാണ്. ഇതിൻ്റെ നമ്മൾ കവർ ജസ്റ്റ് ഇങ്ങനെ ശേഷം ഇല വരുന്ന സമയത്ത് ഇതിൻ്റെ കവർ ഊരി കൊടുക്കും. അങ്ങനെ ജസ്റ്റ് ഇത് കണ്ട ശേഷം ആയി വന്നതാണ് ഇതിൻ്റെ കവർ നമ്മളിങ്ങനെ ഊരി കൊടുക്കും. അപ്പോൾ ഇനി തടുത്ത് വരും. ഇങ്ങനെ ഷോക്കായി ഇലയിൽ പച്ചിച്ച് റെഡി ആകുമ്പോൾ കാലാവസ്ഥ ഓക്കെ ആകുമ്പോൾ ഇതിനെ പുറത്തിറക്കും, ഗ്രീനറ്റിൽ വെക്കും. പിന്നെയാണ് നമ്മളിതിനെ ഓപ്പൺ വെയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇതിൽ ഇത് വന്ന്? ഒരു മാസം മുതൽ ഒരു 2 മാസത്തിനിടയ്ക്ക് ഗ്യാപ്പ് വരെ ഒരു മാസത്തിനുള്ളിൽ മാത്രമാണ്, 1.5 മാസം കൊണ്ടാവും ഏകദേശം. കാലാവസ്ഥ ചെറിയ മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ അങ്ങോട്ട് മാറാമെന്ന് മാത്രം. ഓക്കെ, ഇത് നമ്മുടെ റംബുട്ടാൻ്റെ ബഡ്ഡിങ് ഏരിയയാണ്. ജസ്റ്റ് നമ്മളത് ബഡ് ചെയ്ത് വെച്ച തൈകളാണ് കാണുന്നത്. കണ്ടില്ലേ, ഇത് ജസ്റ്റ് ബഡ് ചെയ്ത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് പല തൈകളും. ഇതൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. പുതിയതായി മുളച്ച് ഇത് ശരിയായി വന്നിട്ടുണ്ട്. 2 ഇല എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി വരുന്നുണ്ട്. ഇതിന് പോയ തൈകളും ഉണ്ടാവും. റംബൂട്ടാൻ ബഡ്ഡിങ് കുറച്ച് പിടിച്ച് കിട്ടാൻ പാടാണ്. റംബൂട്ടാൻ വളരെ കുറവായിരിക്കും. പക്ഷേ 50% കിട്ടാറുള്ളൂ അധികം. അങ്ങനെയാണ് വരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിച്ച് വരാൻ. കുറേ കണ്ട് ഇപ്പം തന്നെ കണ്ട മനസ്സിലാവും, കുറേ തൈകൾ വില കാണുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് നമുക്ക് ഈ റംബൂട്ടാൻ തൈക്ക് ഒത്തിരി പ്രൈസ് പ്രൈസ് കൂടുതൽ. ഇപ്പോൾ റംബൂട്ടാനും അതുപോലെ തന്നെ ബട്ടറിനൊക്കെ പിടിച്ച് കിട്ടാൻ സാധ്യത. പിടിച്ച് കിട്ടിയാലും നശിച്ചു പോകും. ബട്ടർ പിടിച്ച് കിട്ടിയാലും കുറച്ച് കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ ചെറുകവർക്ക് അധികം സെയിൽ ചെയ്യാത്തത്. കരിഞ്ഞു പോകും. പെട്ടെന്ന് കുറച്ച് കരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. റംബൂട്ടാൻ പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്യാൻ കമ്പിൻ്റെ സാധനം എടുക്കാനും ബുദ്ധിമുട്ടാണ്. വളരെ കുറച്ച് സാധനം കമ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് റംബൂട്ടാൻ. സമയം കൂടുതലെടുക്കും. ഗ്രോത്തും എല്ലേ വരുള്ളൂ. ഇതൊക്കെ ശരി. ഇതിനിപ്പോൾ ഈ ഗ്രാഫ്റ്റ് തൈകളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പ്ലാവാണെങ്കിലും എടുക്കാൻ സമയമായിട്ടുണ്ടാവും. ഇതിവിടെ അബിയുവിൻ്റെ പ്ലാന്റാണ്. ഏകദേശം ഫ്രൂട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കായൊക്കെ കുറേ പിടിച്ച് വന്നിട്ടുണ്ട് ഈ കുറി. പക്ഷേ നമുക്കൊരു ഏകദേശം തല ഒരു റേഞ്ചിൽ ഇങ്ങനെ 10 മരം അബിയു മാത്രം. ഇത് ബ്ലോക്സ് പ്ലാന്റേഷനാണ്. നമുക്ക് മണ്ണ് കുറവുള്ള ഏരിയയാണ് ഇവിടേക്ക്. നമ്മൾ ബോക്സിലാണ് പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെ ബോക്സ് അടിച്ച് അങ്ങനെ ഇത്ര വരെ ബോക്സാണ് വരുന്നത് മൊത്തത്തിലല്ലേ? അതെ. ഇതെല്ലാം കായ്ച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. അതെ, 1-2 പ്ലാന്റ് പോയത് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരുപാട് പോളിയോസുകളുണ്ട്. റേറ്ററുകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് പോളിയോസ് നമ്പർ 2 ആണ്. ഇപ്പോൾ മാവിൻ്റെ ക്രാഫ്റ്റാണ്. മാവ് പിന്നെ കുറച്ച് തിപ്പല്ലിയിൽ ചെയ്ത കുരുമുളക് കുറച്ചുണ്ട്. അത് മാത്രമേ അങ്ങനെ ഓരോന്നിനോരോ പോളിസി വെക്കാറാണ്. റേഡിയേഷൻ പുറത്തേക്ക് ഇറക്കുന്നത് മാത്രം. ഇത് നമ്മൾ തിപ്പല്ലി വെച്ചേക്കുന്നത് തിപ്പല്ലിയാണ്. ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള തിപ്പല്ലിയാണ്. ഓക്കെ ഓക്കെ. ബാക്കി അധികം ഇതിന് ഫുള്ള് മാവാണ് വരുന്നത്. മാവാണ്. ഇതിപ്പോൾ കലാപ്പാടിയാണോ ഈ ഇതിൽ ഇരിക്കുന്നത് കൂടുതൽ? അത് കാലാപ്പാടിയാണ്. കാലാപ്പാടി ഉണ്ട്. ഇത് കുളമ്പാണ്. ഈ ഇരിക്കുന്ന കുളമ്പാണ്. ഇരിക്കുന്നത് കുളമ്പാണ്. ഇത് നമ്മുടെ തന്നെ മറ്റു പോളിസാണ്. ഇതിൽ മിക്സാണ്. ചിക്കും ബട്ടറും കുടംപുളിയും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ചിക്കുവാണ്. ചിക്കുവിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് വരികയായിട്ട് ചിക്കുവാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് സാധാ നമ്മുടെ ചിക്കും. പിന്നെ നമ്മുടെ തൈകളിൽ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ട് സീഡ്ലിങ്സ് ആണ്. ഇത് ഞാൻ ഇത് കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടറാണ്. അവിടെ മാവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇതിൽ ആയതായത് പുറത്തിറക്കുകയാണ് ചെയ്യാറ്. ഇത് നമ്മുടെ ഫസ്റ്റ് നമ്പർ പോളിസ് നമ്പർ 1 ആണ്. ഇങ്ങനെ നമുക്ക് 7-8 പോളിസ് നമുക്കുണ്ട്. ഒന്നുമില്ല, ഇത് ജാതിയുടെ ബഡ്ഡിങ് ഏരിയയാണ്. ഇവിടെ ജാതി തൈകളാണ്. ബഡ് തൈകളോട് താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സീഡ്ലിങ്സ് മാത്രമേ ഇപ്പോൾ നിലവിലൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള താഴത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് വലിയ പ്ലാന്റേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാമല്ലോ ജാതി പോലുള്ള? അതെ, നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾ തന്നെ പ്ലാന്റേഷൻ നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയാണ് ചെയ്ത് കൊടുക്കുകയാണോ? അങ്ങനെയാണ്. ഉണ്ട്, നമ്മളിപ്പോൾ ജില്ല ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പാലക്കാടും കോഴിക്കോടും മലപ്പുറം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ ഓണറും വൈഫാണിത്. എൻ്റെ പേര് KM കോയാമു. നെടിയിരുപ്പ് ചിറയിൽ കൊണ്ടോട്ടി മലപ്പുറം ജില്ല ആണ് ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. വൈഫ് പുഴക്കൽ മൈമൂന എൻ്റെ ഭാര്യയാണ്. നഴ്സറി ഫീൽഡിലേക്ക് ഞങ്ങൾ വന്നത്, ഞങ്ങൾ കരിങ്കൽ കോറി ക്രഷറായിരുന്നു ഞങ്ങളെ വ്യവസായം. അത് നിർത്തി ആദ്യം. അത് ഞങ്ങൾ 19 നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചു. തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 60-80ഓളം തൊഴിലാളികൾ അന്ന് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ക്രഷർ തുടങ്ങി അന്ന് തൊട്ട് വന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ സ്വർണ്ണക്കട തുടങ്ങിയാൽ, തുണിഷാപ്പ് തുടങ്ങിയാൽ, മില്ല് തുടങ്ങിയാൽ, എന്ത് തുടങ്ങിയാലും 10ൽ കൂടുതൽ അവിടെ വേണ്ട, സ്റ്റാഫ് വേണ്ട. അപ്പം പിന്നെ ഞങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയ പല നഴ്സറികളിലും പോയി നോക്കുമ്പോൾ നഴ്സറി ചെറിയ നഴ്സറി ആണെങ്കിൽ അവിടെ 5-6 ആളുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു നഴ്സറി തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഒരു 60ഓളം തൊഴിലാളികൾ അവിടെ നിർത്താമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും അതിന് വേണ്ട പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 80ഉം 60ഉം ഒക്കെ തൊഴിലാളികൾ അവിടെ നിർത്താനും അവരെ സംരക്ഷിക്കാനും കഴിയും. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വ്യവസായം നന്നായിട്ട് പോകുന്നുണ്ട്. 2019-2024 ഞങ്ങൾ കോടി നിർത്തിയത്. അപ്പം 2020 തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും 1/4/2022 മുതൽ ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ്
നഴ്സറിയാക്കി മാറ്റി. അതായത് ഒരു നമ്മൾ നഴ്സറി തുടങ്ങണമെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ വേണം, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ വേണം. അപ്പോൾ നമ്മൾ BSc അഗ്രികൾച്ചർ പാസ്സായ ഒരാളിന് ആവശ്യമാണ്. ഫാം മാനേജറായിട്ട് ആക്റ്റീവിനെ നിശ്ചയിച്ച് 2022 നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ലൈസൻസ് എടുത്തു. അതിന് മുമ്പേ നമ്മൾ ചെറിയ തോതിൽ പോകാൻ തുടങ്ങിയിരുന്നു. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ മാവ്, പ്ലാവ്, റംബുട്ടാൻ, ബട്ടർ, ചിക്കു, അതേപോലെ ജാതി, പിന്നെ കശുമാവ്, പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെ കശുമാവ് കൂടാതെ കുരുമുളക്, ഇങ്ങനെയുള്ള തോട്ടമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ആളുകൾ ചെയ്യണേ. അപ്പോൾ അതുപോലുള്ള തോട്ടങ്ങളായിട്ട് ആളുകൾ കൃഷി ചെയ്യുന്നതാണ് ഈ മാവ്, പ്ലാവ്, റംബുട്ടാൻ, ബട്ടർ, ചിക്കു ഒക്കെ. ഇത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്ത് വെച്ചാൽ ഫലവൃക്ഷ തൈകളുടെ നഴ്സറി തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ മലബാറിൽ അന്വേഷിച്ചപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഈ 5 ജില്ലകളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു നഴ്സറി പിന്നെ നഴ്സറിക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബൾക്ക് പ്രൊഡക്ഷൻ ഇല്ല. അവരുണ്ട്, ചില ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഉൽപ്പാദിപ്പിച്ചിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്, നഴ്സറികൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ, തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ സെൻ്ററാണ് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ഞങ്ങൾക്ക് 36 ഏക്കർ ഭൂമിയുണ്ട്, വെള്ളമുണ്ട്, ചൂട് കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമാണെന്ന് നമ്മൾ ഒരുപാട് കൃഷി വിദഗ്ധരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയും എന്നവർക്ക് അഭിപ്രായപ്പെട്ടു. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജുബൈൽ എന്നാണ് ഫാം മാനേജർ നമ്മളെടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതേപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലുള്ള അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ കൃഷിശാസ്ത്രമായ ഉപദേശങ്ങൾ, നമുക്ക് പരിചയമുള്ള വ്യത്യസ്ത വയനാട്ടിലുള്ള പിന്നെ രാജേന്ദ്രൻ സാർ, ഒരുപാട് ആളുകളെ ഞങ്ങൾ പോയി സന്ദർശിച്ചു. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അവിടേക്ക് ഇവിടെ വന്ന് അവർ കാണുകയും ചെയ്തിട്ടൊരു അവരുടെ ഉപദേശത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ 200-ലധികം നഴ്സറികൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായിട്ട്. പിന്നെ ആലപ്പുഴയിൽ പിന്നെ ആലപ്പുഴ, കൊല്ലം അതിർത്തിയുള്ള ഓച്ചിറ എന്നുള്ള സ്ഥലത്തും നമ്മുടെ ആളുകൾ നഴ്സറി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എൻക്വയറി വരുവാണെങ്കിൽ താഴേക്ക്, അതായത് ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ഭാഗത്ത് കൂടി നമുക്ക് ഇത് നീട്ടാൻ കഴിയത്തില്ല. അതെ, നമ്മൾ ആളുകൾക്ക് നഴ്സറിക്കാർ മുഖാന്തരമാണ് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ആവശ്യക്കാർ നഴ്സറികളിൽ ബന്ധപ്പെട്ട ആ നഴ്സറിക്കാരെ നമ്മളിൽ ബന്ധപ്പെട്ട അവിടെ ഞങ്ങൾ സാധനം എത്തിച്ചു കൊടുക്കും. അല്ല, ഞാൻ ചോദിച്ചത് നഴ്സറിക്കാർക്ക്, അതായത് താഴേക്കുള്ള നഴ്സറിക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ഒരു 37 ഏക്കറിൽ പ്രൊഡക്ഷൻ തന്നെ ഉള്ളതാണ്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മിതമായി കൊടുക്കാൻ കഴിയും. ഞങ്ങൾ തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും പിന്നെ എവിടെയും കേരളത്തിൽ എവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 1,00,000 മാവിൻ തൈകൾ സ്റ്റോക്ക് ഉണ്ട്. അതെ, നമ്മൾ കണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്ലാവിൻ തൈകളും ഒരു 10-15,000 പ്ലാവിൻ തൈകൾ സ്റ്റോക്ക് ഉണ്ട്. റംബുട്ടാൻ തൈകൾ 10,000-15,000 സ്റ്റോക്ക് ഉണ്ട്, ഉൽപ്പാദിപ്പിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രോജക്റ്റ് എന്താ വെച്ചാൽ 1,00,000 മാവ്, 1,00,000 പ്ലാവ്, 1,00,000 റംബുട്ടാൻ, 1,00,000 ബട്ടർ. ഇതാണ് ഞങ്ങളൊരു കൊല്ലത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബൾക്ക് ഉൽപ്പന്നം. പിന്നെ ഒരു 10 ജാതി തൈ, നമ്മളതിനനുസരിച്ചുള്ള ഉള്ള സ്ഥല സൗകര്യത്തിന് അനുസരിച്ച് ജാതി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇതുണ്ട്. അത് വളരെ പരിചയമുള്ള ബഡിങ്ങുകാരാണ്, ക്രാഫ്റ്റിംഗുകാരും പരിചയമുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഗവൺമെൻറ് ഫാമിൽ ചെയ്യുന്നവരാണ്. ഞങ്ങളൊരു വാറണ്ടി എന്താ വെച്ചാൽ ഞങ്ങളെ ടാഗുള്ള, ഞങ്ങളെ ബില്ലുള്ള, ഞങ്ങളെ ഉൽപ്പന്നം ഒരാൾ കൊണ്ടുപോയി വെച്ചാൽ, നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ഞങ്ങളെ ബില്ലും ഞങ്ങളെ പേരും ഞങ്ങളുടെ ടാഗുള്ള സാധനം വാങ്ങി, ഞങ്ങളെ സാധനം വാങ്ങി ഒരാൾ വെച്ച് കഴിഞ്ഞാൽ അതാ നിശ്ചിത പീരീഡിനകം. അപ്പം നമ്മളെ പിന്നെ വിയറ്റ്നാം ബെർലി പ്ലാവാണെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ ചക്കിടാൻ പറ്റും. കാട്ടിമൂൺ മാങ്ങയാണെങ്കിൽ 2 കൊല്ലമല്ലേ, 2 വർഷം കൊണ്ട് മാങ്ങ കിട്ടും. അങ്ങനെയുള്ള ഞങ്ങൾ കായ്ച്ച തൈകളിൽ നിന്ന് മാത്രം ഞങ്ങൾ എടുക്കുന്നത്. ചൂട് കാലാവസ്ഥയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കായ്ച്ച ബട്ടർമെന്നാണ് നമ്മൾ ബട്ടർ ഔക്കാട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ പീരീഡ് ഞാൻ കായ്ച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് നഷ്ടം കൊടുക്കും, നഷ്ടപരിഹാരം കൊടുക്കും. ഞങ്ങൾ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അത് കഴിക്കാത്ത കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തന്നെ 2022 മുതൽ ഉണ്ടാക്കിയ തൈകളോട് വെച്ചിട്ടുണ്ട്. 2023, 2024 ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ചിലതൊക്കെ ഇനി കായ്ക്കാൻ ബാക്കിയുണ്ട്, കായ്ക്കാനുള്ള കാലമായിട്ടില്ല. അപ്പോൾ അതൊക്കെ കായ്ച്ചെന്ന് ഉറപ്പ് വന്നിട്ട് മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ ഔപചാരിക ഉദ്ഘാടനം നടത്തുള്ളൂ. ഞങ്ങൾ ഡിപ്പോ മേലാറ്റ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. പക്ഷെ അതൊക്കെ പിന്നെ ശാസ്ത്രീയമായി പറയുന്നത് ഓരോ തൈകൾക്കും ബട്ടറാണെങ്കിൽ പിന്നെ കായ്ച്ചുമ്പോൾ എടുത്താൽ 3 to 4 ഇയർ കായ്ക്കുന്നതാണ്. ഞങ്ങളിത് കുഴിച്ചിട്ട് 3 കൊല്ലം ആവുന്നേ ഉള്ളൂ. 2 കൊല്ലം 3 കൊല്ലം ആയിട്ടുള്ളൂ, 4 ആയിട്ടില്ല. അപ്പോൾ 4 ആവണമെങ്കിൽ 2026 കഴിയും. ഇപ്പോൾ 2026 കഴിഞ്ഞാൽ ഞങ്ങൾ ഔപചാരിക കൂടി നടത്തുള്ളൂ. ഏകദേശം ഓരോ ദിവസവും ഒരു 50-ലധികം കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുണ്ട്. മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, പല സ്ഥലത്തും ആൾക്കാർ വാങ്ങും. ഓൺലൈനായിട്ടുള്ള സപ്ലൈ ഞങ്ങൾ കാര്യമായി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നഴ്സറികൾ മുഖാന്തരമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ശ്രീനിവാസിലെ ഡ്രംസ് ആണ്. ഇത് ഫുള്ള് ഡ്രമ്മാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളുടെ ഫംഗ്ഷനും മറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ്. കാഴ്ച പ്ലാന്റ്സിൻ്റെ കൂടുതൽ വരുന്നുണ്ട് നമ്മുടെ. ഇതൊക്കെ കാഴ്ച പ്ലാന്റ്സ് ആണ്.
അപ്പം നമ്മൾ ഇത് നമ്മുടെ വീട് ടെറസ് സെറ്റ് ചെയ്ത് കൊടുക്കും. വീടിൻ്റെ ഇൻ്റർലോക്കുകളിലേക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഫംഗ്ഷനിലൊക്കെ ആവശ്യമായിട്ടുള്ള നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡ്രം ബാരൽ നമുക്കിത് ഇതുപോലെ തന്നെ വളർത്താൻ പറ്റും. കറക്റ്റ് പ്രൂണിങ് കാര്യം ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇത് നമുക്ക് കാഴ്ചയിൽ തന്നെ ആജീവനാന്തം കൊണ്ടുനടക്കാൻ കഴിയുന്നതാണ്. ഇനി ചിലർക്ക് ജസ്റ്റ് അടി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ മണ്ണിലേക്ക് കുറച്ച് ഇറക്കി കൊടുക്കും. വേറെ അടിയിലേക്ക് പോകും, ഡ്രമ്മിൻ്റെ ഭാഗം മുകളിലേക്ക് ഉണ്ടാവും. വൃത്തിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഡ്രം സിസ്റ്റം ചെയ്ത് കൊടുക്കാറുണ്ട്. പ്ലാന്റേഷന് കൂടെ തന്നെ ഡ്രം സിസ്റ്റവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബയോഫ്ലോക് സിസ്റ്റമാണ്, അതായത് മീൻ വളർത്തുന്ന സിസ്റ്റമാണ്. നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലെ വെള്ളമാണ്. നമ്മൾ ഇറിഗേഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. അപ്പം തൈകൾക്ക് ജസ്റ്റ് മീനിൻ്റെ കഷ്ണം കൂടി വെള്ളമാകുമ്പോൾ കുറച്ച് കൂടുതൽ വളർച്ചയും കാറിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബയോഫ്ലോക്കിൻ്റെ വെള്ളമാണ് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് 8ഓളം ടാങ്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു അനാബസ്, ചിത്രലാട, വാള, പിന്നെ നമ്മുടെ രോഹുവിൻ്റെ കുറച്ചുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആസാം വാളയുണ്ട്. അങ്ങനെ ഒരു ഒരാളെ കയറ്റി ഏകദേശം നമുക്കൊരു 5-6 വെറൈറ്റിയോളം മത്സ്യം മേഖലയുടെ അവൈലബിൾ ആണ്. ഇതൊരു ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു വളവും കൂടി കിട്ടുകയാണ്. അതെ, നമ്മൾ വളമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മണ്ണിര കമ്പോസ്റ്റ്, അതിൻ്റെ വെർമി വാഷ്, അതേമാതിരി കോയർപ്പത്ത് കമ്പോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മീനിൻ്റെ വളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്.